നമസ്കാരം. VJS50, വിജയ് സേതുപതി 50. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം ഇറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേര് മഹാരാജ. പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് വലിയ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിലർ അല്ലായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനത്തെ ഒരു സിനിമ. നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ പുള്ളി ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതി ഒരു ഓറൊക്കെ നമുക്കറിയാലോ. പുള്ളി ചെയ്തു വെക്കുന്ന ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു റേഞ്ചൊക്കെ നമുക്കറിയാം. കുറെ കാലങ്ങളായിട്ട് ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ജവാൻ ഇറങ്ങി, അതിനുശേഷം മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി. ഇങ്ങനെ വിജയ് സേതുപതി ഹിന്ദിയിലും മറ്റു ഭാഷകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു വിക്രം വേദയിലൊക്കെ കണ്ട് മറന്ന ഒരു വിജയ് സേതുപതി ഉണ്ടല്ലോ, ആ ഒരു വിജയ് സേതുപതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിക്രം വേദ പോലെയുള്ള ആ ഒരു സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തൊക്കെ വിജയ് സേതുപതിയുടെ ഒരു എന്താ പറയാ ഒരു റേഞ്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. വേറെ ഒരു ലെവലായിരുന്നു പുള്ളിയുടെ അന്നത്തെ ആ സമയത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു റേഞ്ചിലോട്ട് കുറച്ച് നാളുകളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് പുള്ളിയുടെ മൂവീസ് ഒന്നും സത്യം പറഞ്ഞാൽ വരുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ അതിനൊക്കെ വിപരീതമായിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസിനെ മാക്സിമം ഊറ്റിയെടുത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പുള്ളി മാക്സിമം പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയിൽ വിജയ് സേതുപതിയുടെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒന്ന് ഒരു ചെറുപ്പകാലഘട്ടവും അതുപോലെ തന്നെ 15 വർഷത്തിന് ശേഷം ഒരു പ്രായമുള്ള ഒരു കാലഘട്ടമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചിത്രത്തിന്റെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ഇതിന്റെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ സ്റ്റണ്ട് സീക്വൻസുകളും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ഫിലോമിൻ രാജാണ്. അദ്ദേഹത്തിന്റെ കട്ട്സും അതുപോലെ തന്നെ ട്രാൻസിഷൻസും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. വളരെ ഗംഭീരമായിട്ട് ഇതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പൊ ആ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് വേണം ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായി. ഏതായാലും ഇതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതിയുടെ ആ ഒരു ഇൻട്രോ മുതൽ അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ പല സീനുകളുണ്ട്. ഒരു പാമ്പിന്റെ സീനുണ്ട്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ അതെങ്ങനെ ഇങ്ങനെ 2 കൈയും കൂടെ ഇങ്ങനെ വട്ടം ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ആർക്കും അതിൽ നിന്ന് വിടിയിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാമ്പിനെ എടുത്തു പിടിച്ചിട്ട് വരുന്ന ഒരു സീന്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഡെപ്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് ആ ക്യാരക്ടർ, അല്ലെങ്കിൽ എത്രത്തോളം പവർഫുൾ ആണ് ആ ഒരു ക്യാരക്ടർ എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കുറച്ച് സീക്വൻസുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിക്കാൻ ഒത്തിരി വലിയ സ്റ്റണ്ട് സീക്വൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്തരം ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സീനുകളായിരുന്നു അതെല്ലാം. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാഗിന് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് വലിയ തിരക്കേടില്ലാത്ത സംഗതികൾ ഇതിൻ്റെ അകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അനിരുദ്ധൊക്കെ ചെയ്യുന്ന പോലെ വളരെ എന്താ പറയുക ഹാർഡായിട്ടുള്ള മ്യൂസിക്കുകളല്ല, എന്നാൽ ഒരു സെന്റിമെന്റൽ ടൈപ്പ് പിടിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബി അജിനേഷ് ലോകനാഥ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന ആ ഒരു സമയത്ത് ലിയോ എന്ന് പറയുന്ന വിജയ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ യൂസ് ചെയ്തതും വളരെ ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ത്രസിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടൊക്കെ സഹായിച്ചു. ജൂൺ 14-ാം തീയതിയാണ് ഈ ഒരു ചിത്രം റിലീസായത്. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എത്തിയെന്ന് തോന്നുന്നു. ഏതായാലും അറിഞ്ഞു പിടിച്ച ആൾക്കാരെ പിടിച്ച് ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഏതായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് തിയേറ്ററിൻ്റെ അകത്തൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയ് സേതുപതിയുടെ 2 കാലഘട്ടം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒന്നൊരു യൗവന കാലഘട്ടവും അതുപോലെ തന്നെ പിന്നെ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയിട്ടുള്ള ഒരു കാലഘട്ടവും. അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിച്ച ഒരു കുട്ടി വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സ്പോർട്സ് താരമാണ് ഇതിന്റെ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്കൂളിലെ ടീച്ചറായിട്ടാണ് നമ്മുടെ മമത മോഹൻദാസ് ഇതിന്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. തർക്കടില്ലാത്ത ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയ ഒരു റോളൊന്നുമല്ല. അതുപോലെ വിജയ് സേതുപതിയുടെ ഭാര്യയായിട്ട് ഒരു ക്യാരക്ടർ ഇതിന്റെ അകത്ത് ഒരാൾ ചെയ്തിട്ടുണ്ട്, ഒരു ആക്ട്രസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു റോളൊന്നും അല്ല, ചെറിയൊരു റോളാണ്, പക്ഷെ എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിന്റെ അകത്ത് വില്ലൻ കഥാപാത്രങ്ങളാണ്. അനുരാഗ് കശ്യാപ്പും അതുപോലെ തന്നെ മണികണ്ഠൻ, നമ്മുടെ ബോയ്സ് സിനിമയിലെ മണികണ്ഠൻ, അങ്ങനെയുള്ള
2-3 പേരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്നത്. അവരുടെയൊക്കെ പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളായിരുന്നു. അനുരാഗ് കശ്യപ് ഇതിനകത്താണ് പ്രധാനപ്പെട്ട ഒരു വില്ലന്റെ റോൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെ അദ്ദേഹം തമിഴ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്തു. പക്ഷെ പുള്ളിയുടെ പാട്ട് ഡബ് ചെയ്തിരിക്കുന്ന എങ്കിൽ പോലും വളരെ ഗംഭീരമായിട്ട് നമുക്കത് തോന്നുന്നുണ്ട്. ഡബ് ചെയ്താന്ന് തോന്നാത്ത രീതിയിലും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ആ ഒരു ശരീരത്തിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് തന്നെ പുള്ളിയുടെ ഡബിങ്ങിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അനുരാഗ് കശ്യപ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് CI ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറാണ്, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ വളരെ ഗംഭീരമായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ പല സീനുകളിലും നമുക്ക് കാണുമ്പോൾ വളരെ ക്രൂരത തോന്നുന്ന രീതിയിലുള്ള സീനുകളായിരുന്നു. മാത്രമല്ല നമ്മുടെ നായകനുമായിട്ട് വരുന്ന നേരെ ഉള്ള സ്റ്റണ്ടുകളിലും കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കിട്ടുന്ന ഓരോ ഇടിയും നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. കാരണം അതുപോലെ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് ആകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ വയലൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വെട്ടും കുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. എന്നാൽ ഇതൊരു വയലൻസ് മൂവി അല്ല. തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് അത് കാണിച്ചു വെച്ചിരിക്കുന്നത്. 100% അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റുമാണ്. നല്ല രീതിയിൽ ഈ സ്ക്രിപ്റ്റ് ഇതിൻ്റെ അകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ലെയറുള്ള സ്ക്രിപ്റ്റാണ്. ഓരോ സീക്വൻസ് കഴിയുമ്പോൾ ഓരോ എപ്പിസോഡ് പോലെയാണ്. ഓരോരോ ക്യാരക്ടേഴ്സിനെ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഒരു കുറെ ക്യാരക്ടേഴ്സിനെ ഓപ്പൺ ചെയ്ത് നോക്കും. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ അതിൻ്റെ അകത്തോട്ട് കാണിക്കില്ല. അങ്ങനെ അവസാനം ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഈ ഓപ്പൺ ചെയ്ത് വെച്ച ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ആകുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് ഈ പ്രത്യേകിച്ച് ഈ ത്രില്ലർ സസ്പെൻസ് ഒരു മോഡിൽ എടുക്കുന്ന സിനിമകളിലൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത് നമുക്ക് കാണുമ്പോഴും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റണ്ട് സീക്വൻസ് ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ ആ ക്യാരക്ടറിന് ഒത്ത രീതിയിലുള്ള സ്റ്റണ്ടുകളാണ്. അതായത് അമാനുഷികമായിട്ട് നമുക്കൊന്നും തോന്നാത്ത രീതിയിൽ. പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈല് നമുക്കറിയാലോ. പുള്ളിക്ക് ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിനെ ആ ഒരു ക്യാരക്ടറിനെ ആവാഹിച്ച് ആണ് പുള്ളി ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ആ ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് പുള്ളി അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുക. അപ്പൊ ആ ഒരു ക്യാരക്ടറിന് അനുയോജ്യമായ രീതിയിലുള്ള സ്റ്റണ്ടുകളും അതുപോലെ തന്നെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പൊടിക്ക് അല്പസ്വല്പം ഡാർക്ക് ഹ്യൂമറും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാരണം ഒരു കോമഡി പാർട്ട് തീരെ കുറവായതുകൊണ്ട് ഒരു ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പിലുള്ള കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ കറക്റ്റ് സ്ഥലത്ത് തന്നെ അത് പ്ലേസും ചെയ്തിട്ടുണ്ട്. ഓവറോൾ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണ് മഹാരാജ എന്ന് പറയുന്നത്. ഒത്തിരി ലെയറുകളുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വിജയ് സേതുപതി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സിനിമ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ പെർഫോമൻസ് വൈസ് എല്ലാവരും വളരെ ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് തന്നെ ഈ ഒരു സിനിമ ഭയങ്കര വിജയമായിരിക്കും. എസ്പെഷ്യലി വിജയ് സേതുപതിയുടെ ആ ഒരു എന്താ പറയാ, പുള്ളിയുടെ ആ ഒരു ക്ലാസ് പെർഫോമൻസ് ഉണ്ടല്ലോ, കുറെ കാലത്തിന് ശേഷം കാണാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. ഓവറോൾ വളരെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സസ്പെൻസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് മഹാരാജ എന്ന് പറയുന്നത്. ഒത്തിരി ലേയേഴ്സ് ഉള്ള, ഒത്തിരി ക്യാരക്ടേഴ്സ് ഉള്ള, ഒത്തിരി ഡെപ്ത് ഉള്ള, പ്രത്യേകിച്ച് നല്ലൊരു സോഷ്യൽ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഗംഭീര മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ലാപ്ടോപ്പിലോ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് സൗണ്ട് എഫക്ട്സിനൊക്കെ നല്ല പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവിയാണ്. കാണാതെ പോകുന്നത്. ഓക്കെ.